ഈ ശകുനിയെ എങ്ങനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കും? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനടുത്ത ദിവസം മലയാള മനോരമ എന്ന കോൺഗ്രസ് അനുകൂല പത്രം പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചതിൽ തന്റെ അനിഷ്ടം പരസ്യമായി പ്രകടമാക്കി രമേശ് ചെന്നിത്തല. ഏഷ്യനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ന് അദ്ദേഹം തന്റെ അമർഷം മറയില്ലാതെ വ്യക്തമാക്കിയത്. എന്റെ നേതൃത്വത്തിൽ എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു, തന്നെ ആരും ക്യാപ്റ്റനാക്കിയില്ല, ഒരു കാലാള് പോലും ആക്കിയില്ലെന്നും ചെന്നിത്തല പരിഭവിക്കുന്നു. ചെന്നിത്തലയുടെ ആ പരിഭവം കാണാം. ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായാൽ അതിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്, അതിന് അദ്ദേഹത്തിന് അതിൻ്റെതായ ഒരു അംഗീകാരമുണ്ട്. അതിലൊന്നും ആരും സംശയമില്ല. പക്ഷേ ഞാൻ വിജയിച്ചപ്പോഴൊന്നും എന്നെ ആരും ക്യാപ്റ്റനും ആക്കിയില്ല, കാലാൾപ്പട പോലും ആക്കിയിട്ടില്ല, ഒരു ചാനലും ഒരു പത്രവും. എനിക്കതിലൊന്നും പരാതിയില്ല. ഞാൻ ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. എത്രയോ കാലങ്ങളായി നമ്മളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നവരാ. ഈ അഭിമുഖത്തിൽ ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇത് ക്യാപ്റ്റന്റെ മിടുക്കല്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെയും സാദിഖ് അലി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ മിടുക്കാണ് എന്നാണ്. ഇതിലൂടെ വി ഡി സതീശന്റെ ആ നേട്ടത്തെ ഡയലൂട്ട് ചെയ്യുവാനാണ് ചെന്നിത്തല ശ്രമിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു ബിഗ് സല്യൂട്ട് നേരാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കുമാണ്. കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ ഒരുപടി മുന്നിൽ എന്നുകൊണ്ട് വീട് വീടാന്തരം വരെ കയറി ഇറങ്ങാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായി. ലീഗ് ഒരു മനസ്സോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന വിശ്വാസത്തോടെ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് എന്ന രീതിയിൽ ഉജ്ജ്വലമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഞാൻ ഒരു പടി മുന്നിൽ നിന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്ന് പോലും എന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം കണ്ടത് എന്താണ്? അവരുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. അത്രമാത്രം ഐക്യം, അത്രമാത്രം യോജിപ്പ് ആ മണ്ഡലത്തിൽ ലീഗും കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാലത്തുമില്ലാത്ത നിലയിലുള്ള മനസ്സ് യോജിച്ച ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ഇതുവരെ ആരും ഒരു പരാമർശം പോലും നടത്താതിരുന്ന കെ.സി. വേണുഗോപാലിനെയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് കാണുക. ഞങ്ങളെല്ലാം വീട് വീടാന്തരം കയറി ഇറങ്ങിയത് കൊണ്ടാണ് അത്രേ ഷൗക്കത്ത് ജയിച്ചത്, അങ്ങനെ സതീശനെ മാത്രം നിങ്ങൾ പൊക്കിയാൽ പോരെന്ന്. ശ്രീ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അവിടെ കൂടുതൽ സമയം ചെലവഴിച്ചതും അതിൻ്റെ പേരിലാണ്. ഞങ്ങൾ മുൻ KPC പ്രസിഡന്റുമാർ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ താഴെ തലം വരെ ബൂത്തുകളിൽ പോയി, വീടുകളിൽ പോയി ആളുകളെ കണ്ട് പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ ഈ ഉസ്മാൻ രമേശ് ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുക. നെഹ്റു കുടുംബക്കാരൊന്നും ഉപതെരഞ്ഞെടുപ്പിന് പ്രസംഗിക്കാൻ പോകില്ല അത്രേ. ആ കാലമൊന്നും പോയത് ഉസ്മാൻ രമേശിന് ഇതുവരെ മനസ്സിലായില്ല. ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരെ ഇവിടുന്ന് വിളിച്ചാൽ ഗാന്ധി നാമധാരികൾ വരേണ്ടി വരും. നെഹ്റുവിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വല്ല കാര്യമുണ്ടോ എൻ്റെ ഉസ്മാനെ? നിങ്ങൾക്കറിയാമോ, ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും നെഹ്റു കുടുംബത്തിലെ ഒരാൾ പോലും ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് പ്രസംഗിക്കാറില്ല. പ്രിയങ്ക ഗാന്ധി കോരിച്ചൊരിയുന്ന മഴയത്ത്, ഞാൻ കൂടെ ഉണ്ടായിരുന്നു, കോരിച്ചൊരിയുന്ന മഴയത്തും 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള 2 പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഗൗരവം പൂർണ്ണമായും ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ യോഗം പോലും അവിടെ നടത്തിയത്. കിട്ടിയ സമയത്ത് ഇത്രയുമൊക്കെ കുന്നായ്മകൾ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പരിഭവമൊന്നുമില്ലെന്ന്, ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലെന്ന്. ഒരു പരിഭവം പറയാത്ത ഒരാളാണ്. കേരള രാഷ്ട്രീയത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സന്ദർഭങ്ങളൊന്നും പാർട്ടിയെ തള്ളി പറയാനോ പാർട്ടിയെ വിമർശിക്കാനോ ഒരിക്കലും ഞാൻ മുന്നോട്ട് വരാത്ത ഒരാളാണ്. ഇപ്പോഴും അത് ഞാൻ മുന്നോട്ട് വരുന്നില്ല. ഇതിന് വി ഡി സതീശൻ നൽകിയ മറുപടി കേൾക്കുക. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം മേജറാണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം മേജറാണ്. ഭാഗ്യം മൈനറാക്കി കളഞ്ഞില്ലല്ലോ, മേജറല്ലേ, കുഴപ്പമില്ല. അതുപോലെ ഭരണമാറ്റമുണ്ടായാൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവല്ലേ മുഖ്യമന്ത്രിയാകുന്നത് എന്ന ചോദ്യത്തിന് രമേശന്റെ മറുപടി കാണുക. ഭരണമാറ്റം സംഭവിച്ചാൽ എന്താണ്
ചെയ്യേണ്ടത് എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയേണ്ട കാര്യമല്ല. അത് എല്ലാ സന്ദർഭങ്ങളിലും കോൺഗ്രസിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒക്കെ ആ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ആ സിസ്റ്റത്തിനനുസരിച്ചല്ല തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ പാർട്ടിക്കൊരു സിസ്റ്റമുണ്ട് ഇതിനൊക്കെ. ആ സിസ്റ്റത്തിനനുസരിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ സിസ്റ്റം ഫോളോ ചെയ്യും. അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം. അപ്പോൾ ആ പാരമ്പര്യം അനുസരിച്ചെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, UDF-നെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഈ ഉസ്മാൻ രമേശും സരിതാ ഗോപാലുമായിരിക്കും UDF-ന്റെ ഏറ്റവും വലിയ തലവേദന എന്ന്. നിലവിലെ KPCC അധ്യക്ഷൻ വെറും കിണയായതുകൊണ്ട് ഉസ്മാൻ രാവിലെ ഓരോരോ പ്രഖ്യാപനങ്ങളുമായി ഇറങ്ങും. അത് വിവാദമാകുകയും UDF-ന് വിനയാകുകയും ചെയ്യും. ഉസ്മാൻ രമേശ് ഇത്രയും കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. ഒരു സ്വകാര്യ ചാനലുകാരൻ തൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും ഇട്ടെടുത്ത് അത് വിവാദമാക്കുവാനുള്ള ഒരു ശ്രമമാണെന്ന് മനസ്സിലാക്കുവാൻ പോലുമുള്ള ശേഷിയില്ലാതെ പോയി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ സതീശന്റെ ഗ്രാഫ് ഉയരുന്നത് കണ്ട് ഉറക്കം പോയ ഉസ്മാനും സരിതേശനും ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമോ ആവോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.